ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ഉദുമയിലെ രാഹുൽ രാഘവന് നാടിന്റെ സ്നേഹാദരവ്. മാതൃവിദ്യാലയമായ ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷൻ ആഭിമുഖ്യത്തിലാണ് അനുമോദന പരിപാടി സംഘടിപ്പിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. ഉദുമയിലെ റേഷൻ വ്യാപാരി രാഘവന്റെയും ഉദുമ ഫാമിലി ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് നഴ്സായ ചിന്താമണിയുടെയും ഇളയ മകനായ രാഹുൽ രാഘവനാണ് ഈ ചരിത്ര നേട്ടം സ്കൂളിന് സമ്മാനിച്ചത്. മറ്റെല്ലാ മേഖലകളിലും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വിജയക്കൊടി പാറിച്ചിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് സിവിൽ സർവീസിൽ 714 റാങ്ക് പട്ടികയിൽ ഇടം നേടുന്നത്. ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരുവനന്തപുരം CET-യിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയെങ്കിലും മനസ്സിൽ സിവിൽ സർവീസ് മോഹങ്ങൾ ആയിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ പരിശീലന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം നേടി കഴിഞ്ഞ 4 വർഷം അഭിമുഖം വരെ എത്തിയെങ്കിലും ഈ വർഷമാണ് വിജയക്കൊടി പാറിക്കാനായത്. ഇക്കാലയളവിൽ പ്രസ്തുത പരിശീലന കേന്ദ്രത്തിൽ അധ്യാപകനായും ജോലി ചെയ്തു. ഈ വർഷം തന്നോടൊപ്പം തന്നെ തൻ്റെ വിദ്യാർത്ഥികളും സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. 12ഓളം വിദ്യാർത്ഥികളാണ് ഈ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം കൈവരിച്ചത്. ഉദുമ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുമോദന പരിപാടി കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഉയരത്തിലേക്കുള്ള യാത്രയിൽ പ്രയാണത്തിൽ നമ്മൾ ആരൊക്കെ ശല്യം ചെയ്താലും ബുദ്ധിമുട്ടിച്ചാലും നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാൻ ശ്രമിക്കാൻ, പരിഹാസങ്ങളുണ്ടാകും, ശല്യപ്പെടുത്തലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. രാഹുൽ രാഘവന്റെ കാര്യങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ പ്രയാണത്തിൽ ഒരു പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടാകും, ഒരുപാട് പരിഹാസങ്ങളുണ്ടാകും. അസൂയക്കാർ പറയും രാഘവന്റെ എന്ന് കളിയാക്കാൻ നേരിട്ട് വന്നില്ലെങ്കിലും പരസ്പരം പറയും, പലരും പറയും. സുഹൃത്തുക്കളുണ്ടാകും, ബന്ധുക്കളുണ്ടാകും, പലരും അസൂയപ്പെടുന്നു, പലതും പറയും. അത്തരം അസൂയക്കാർ നേരത്തെ പറഞ്ഞ പോലെ പലരും ചെയ്യുന്നത് പോലെ കാക്കയെ അവഗണിച്ചതുപോലെ അവഗണിക്കുക ആവശ്യമില്ലാത്ത രാഹുൽ ഒരു കാരണവശാലും പവറാനുള്ള മുന്നോട്ട് എന്നാണ് ചടങ്ങിൽ അലുമിനി ചെയർമാൻ മുജീബ് മങ്ങാട് അധ്യക്ഷനായി. സ്കൂൾ പ്രധാനാധ്യാപകൻ രതീഷ് കൂട്ടായ്മയുടെ ഉപഹാരം സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ചന്ദ്രൻ നാലാംവാതുക്കൽ രാഹുലിനെ പൊന്നാടയണിയിച്ചു. അസോസിയേഷൻ മെമ്പർഷിപ്പിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ രാഹുലിന് നൽകിക്കൊണ്ട് ഉദുമ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഹൈസ്കൂൾ പ്രഥമ ബാച്ച് അംഗവുമായ KA മുഹമ്മദ് അലി നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം അശോകൻ, ഉദുമ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ KV അഷ്റഫ്, K സന്തോഷ് കുമാർ, KBM ഷെരീഫ്, രാഹുലിന്റെ മാതാപിതാക്കളായ രാഘവൻ, ചിന്താമണി എന്നിവർ സംസാരിച്ചു. തുടർന്ന് രാഹുൽ രാഘവൻ മറുപടി പ്രസംഗം നടത്തി. പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മോക്ക് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യും, പ്രിപ്പയർഡ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എൻ്റെ സംസാരത്തിൻ്റെ ഉത്തരങ്ങൾ കേട്ടിട്ട് ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന ഒരാൾ, ഒരു സാറ് തന്ന മറുപടി, തന്ന ഫീഡ്ബാക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു സ്മോൾ ടൗൺ ബോയ് മെന്റാലിറ്റി ഉണ്ടെന്നായിരുന്നു. എന്നുവെച്ചാൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരു കുട്ടിയുടെ അപകർഷതാബോധം എൻ്റെ ആൻസറിനെ ബാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 2 കാര്യങ്ങളാണ് തോന്നിയത്. ഒന്ന്, കുറച്ച് വിഷമം തോന്നി ഇങ്ങനെ കേട്ടപ്പോൾ. പിന്നെ വാശി തോന്നി. അപ്പോൾ ആ വാശിയാണ് ശരിക്കുള്ള ഇന്റർവ്യൂവിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും 178 മാർക്ക് വാങ്ങി ഈ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനും എന്നെ പ്രേരിപ്പിച്ചത്. പുതുമാസം പോകുന്ന ഒരാൾക്ക് ആ ഒരു സ്മോൾ ടൗൺ ബോയ് മെന്റാലിറ്റി ഉണ്ടെന്ന് ആരെങ്കിലും പറയുന്ന രീതിയിൽ നമ്മളത് ശ്രദ്ധിക്കണം. ചടങ്ങിൽ അലുമിനി കൺവീനർ PV ഉദയകുമാർ സ്വാഗതവും ട്രഷറർ KA സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.